വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു. വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി തന്നെ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കറിയാം നമ്മുടെ റെയിൽവേ നടത്തുന്ന 10ാം ക്ലാസ് യോഗ്യത മാത്രം ആവശ്യമുള്ള ഒരു എക്സാമാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് അല്ലേ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിന് നമുക്കറിയാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് ഏകദേശം 32,000-ത്തിലധികം വേക്കൻസീസ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഗ്രൂപ്പ് ഡി എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാം മലയാളത്തിൽ എഴുതാൻ വേണ്ടി പഠിക്കാൻ പറ്റുന്ന ബുക്കുകൾ ഏതെങ്കിലും അവൈലബിൾ ആണോ തുടങ്ങിയ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാമിന് ക്ലാസ് മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് മലയാളം അടക്കമുള്ള 15 ലാംഗ്വേജസിലെ ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മലയാളം അടക്കമുള്ള 15 ലാംഗ്വേജസിൽ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ മലയാളത്തിൽ നിങ്ങൾ എഴുതുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. ബേസിക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അത് ഏതെങ്കിലും ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ തന്നെ ഇട്ട് കൊടുത്താൽ, സിമ്പിളായിട്ട് ചെയ്താൽ തന്നെ നമുക്കറിയാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ, ഗ്രാമാറ്റിക്കൽ എററുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ പ്രശ്നം ഇവിടെയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ മൊത്തത്തിലുള്ള മീനിങ്ങിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്രശ്നമായിട്ട് വരും. റെയിൽവേ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നമുക്ക് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള വെർഷൻ മാത്രമേ അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള വെർഷനിൽ ആ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ട്രാൻസ്ലേറ്റഡ് വെർഷനിൽ, മലയാളം വെർഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, ഇംഗ്ലീഷിന് കഴിവിൻ്റെ പരമാവധി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സയൻസിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഗ്രൂപ്പ് ഡി എക്സാമിന്. അപ്പോൾ സയൻസിൽ വരുന്ന ടേമുകളൊക്കെയും തന്നെ മലയാളത്തിലേക്ക് പഠിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് വന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മലയാളത്തിലുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചും ഒരു പ്രശ്നം വരും അല്ലേ, നമ്മൾ പഠിച്ചിരുന്ന കോമൺ ടേംസ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മലയാളം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മലയാളം ഓപ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ മലയാളവും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻ വായിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റൂ. തീരെയും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇംഗ്ലീഷിലെ വാക്കുകളൊക്കെ പഠിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ തീരെ വായിച്ച് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് മലയാളം കൂടെ കൊടുത്തിട്ട് ഇംഗ്ലീഷും മലയാളവും മാറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അവിടെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം സ്പീഡാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കണ്ട് പിന്നെ മലയാളത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ ആദ്യം മലയാളത്തിൽ വായിക്കുന്നു, അതിൻ്റെ ഗ്രാമറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ പിന്നെയും അത് മാറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ആക്കി അത് വായിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും. നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള സമയം തന്നെ വേസ്റ്റ് ആയിപ്പോകും. നമുക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്തൊക്കെ അറിയാമെന്നല്ല, നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്തിൽ നമുക്കൊരു നഷ്ടം ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ കുറച്ചെങ്കിലും ഇംഗ്ലീഷിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പഠിക്കുമ്പോഴേ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. നിങ്ങൾ മലയാളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. ഇനി തീരെയും പറ്റുന്നില്ല അല്ലേ, എനിക്ക് തീരെയും ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആദ്യം മലയാളത്തിൽ കാര്യങ്ങളൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇംഗ്ലീഷിലേക്ക് മാറാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. ചില ക്വസ്റ്റ്യൻസ് അഥവാ നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം അല്ലേ, 3-4 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം അതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് എക്സാം എഴുതാമെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പോവാം. ഇനി ഗ്രൂപ്പ് ഡി എക്സാംസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിക്ക്
ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ കോച്ചിങ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ ആശയങ്ങളും എല്ലാം തന്നെ നമ്മൾ മലയാളത്തിൽ മാക്സിമം പറഞ്ഞു തരുന്നതായിരിക്കും. നോട്ടുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ നമ്മൾ കോളേജിലൊക്കെ എങ്ങനെ പഠിപ്പിക്കുക, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് മലയാളത്തിലാണ് അല്ലേ. അപ്പോൾ ഓരോ വാക്കും വരിയും വായിച്ചും നമുക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് ടേംസും കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷിൽ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും, എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനും പറ്റും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോവുക. ഏറ്റവും ബേസിക് ആയിട്ട് ഗ്രൂപ്പ് ഡിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബേസ് മുതൽ തന്നെ പറഞ്ഞിരുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ കോഴ്സും ഉണ്ട്, ഓഫ്ലൈൻ കോഴ്സും ഉണ്ട് കേട്ടോ. ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 8075753676 അല്ലെങ്കിൽ 7012615062 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഇത് രണ്ടും ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള നമ്പറാണ്. നിങ്ങൾ വർക്കിംഗ് ആണെങ്കിലോ ഇല്ല ഹൗസ് വൈഫ് ആണെങ്കിലോ നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ള ആൾക്കാർ കോളേജിൽ പോകുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഈ സപ്പോസ് നിങ്ങൾക്ക് ലൈവ് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് വേർഷൻസ് നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഇനി ഒരു സെൻറ്ററിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദിശയ്ക്ക് തന്നെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കട്ട്, ട്രിവാൻഡ്രം ഈ 5 സ്ഥലത്തും ദിശയ്ക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട് കേട്ടോ. കോച്ചിങ് എവിടെ എടുക്കുന്നു എന്നുള്ളതില്ല, നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതിൽ തന്നെയാണ് കാര്യം. എല്ലാ അക്കാഡമീസിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ലിമിറ്റേഷനാണ്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ വർക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ടും നോളജും കണ്ടന്റും എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ട് ഈ ജോലി എനിക്ക് വേണമെന്ന് ഉറപ്പിച്ച് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കോഴ്സിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് ആലോചിച്ച് തന്നെ ചെയ്യുക. നിങ്ങൾ മലയാളത്തിൽ മൊത്തം ക്വസ്റ്റ്യൻസ് എഴുതാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് കൂട്ടത്തിൽ 4ഓ 5ഓ ക്വസ്റ്റ്യനിൽ തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇറവ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റാങ്ക് ഭയങ്കരമായിട്ട് താഴേക്ക് പോകും കേട്ടോ. 4ഓ 5ഓ ക്വസ്റ്റ്യനിൽ പ്രശ്നം വന്നാൽ പോലും നിങ്ങളുടെ റാങ്ക് ഭയങ്കരമായിട്ട് താഴെ പോവും. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് റേസ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം റെയിൽവേ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ മാത്രമുള്ള ഇറവേ കൺസിഡർ ചെയ്യത്തുള്ളൂ എന്ന്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ റെഡി ആയിരിക്കണം. ഒരിക്കലും ഞാൻ ഇംഗ്ലീഷും മലയാളവും മാറ്റി മാറ്റി വായിക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് പോകരുത്. നിങ്ങൾക്ക് എക്സാമിന് സമയം തികയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബൈ.